ഒരാളുടെ പ്രവൃത്തിയുടെ സത്യസന്ധതയും ഗുണമേന്മയും പരിഗണിക്കാതെ വെറും ക്വാണ്ടിറ്റിയുടെ മാത്രം അടിസ്ഥാനത്തിൽ രണ്ട് വ്യക്തികളുടെ ജോലിയെ വിലയിരുത്തുമ്പോൾ അവിടെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആൾ കടുത്ത നിരാശയിലാകും. തൻ്റെ സത്യസന്ധതയും കഠിനാധ്വാനവും ആരും കാണുന്നില്ല എന്ന ബോധം ആ വ്യക്തിയെ മാനസികമായി തളർത്തും. സിസ്റ്റം തന്നെ ചതിച്ചതായും തെറ്റായ വഴികളിൽ കൂടി അമിതമായി ജോലി കാണിക്കുന്നവരാണ് വിജയിക്കുന്നതെന്ന് തോന്നിത്തുടങ്ങും. എത്ര നന്നായി ചെയ്താലും ഫലമില്ലാത്തതിനാൽ മികച്ച രീതിയിൽ ജോലി ചെയ്യാനുള്ള ആഗ്രഹമില്ലാതെയാകും. ഒരു നിസ്സംഗത ബാധിക്കും. ഞാനും ഇനി അളവ് കൂട്ടാൻ വേണ്ടി ജോലി ചെയ്താൽ പോരെ എന്ന് ചിന്തിച്ചു തുടങ്ങും. തൻ്റെ മൂല്യങ്ങളും തത്വങ്ങളും തെറ്റാണോ എന്ന് സംശയിച്ചു തുടങ്ങും. സ്ഥാപനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ചിന്തിക്കുന്നത് അവസാനിപ്പിക്കും. മാനസിക വിഷമം കാരണം സ്വാഭാവികമായ അവരുടെ പ്രവർത്തന മികവ് അല്ലെങ്കിൽ എഫിഷ്യൻസി ക്രമേണ കുറഞ്ഞു വരും. കഴിയുന്നതും വേഗം ആ തൊഴിലന്തരീക്ഷത്തിൽ നിന്നും രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും. തുറന്ന ആശയവിനിമയമാണ് ഇതിൻ്റെ പ്രധാന പ്രതിവിധി. ഉന്നത ഉദ്യോഗസ്ഥരുമായോ മാനേജർമാരുമായോ സംസാരിച്ച് സ്വന്തം നിലപാടുകളും കാഴ്ചപ്പാടുകളും വ്യക്തമാക്കുക. ഗുണനിലവാരം എങ്ങനെ സ്ഥാപനത്തെ സഹായിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുക. ജോലിയുടെ അളവ് മാത്രമല്ല, കൃത്യതയും ക്വാളിറ്റിയും അളക്കാനുള്ള മാനദണ്ഡം കൂടി ആ സ്ഥാപനത്തിൽ നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുക. ഇത്തരം അനാരോഗ്യകരമായ സാഹചര്യത്തിൽ തളരാതെ തൻ്റെ കഴിവുകളെ വർദ്ധിപ്പിക്കുകയും പുതിയ അവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. ആത്മാർത്ഥതയ്ക്ക് വില കൽപ്പിക്കാത്ത തൊഴിലിടമാണെങ്കിൽ കൂടുതൽ മികച്ചതും മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുമായ മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് മാറുക.